എല്ലാവർക്കും നേനൂസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ന വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ ഇന്ന് ഈ ഒരു ഇറച്ചിച്ചോറ് ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സെയിം റെസിപ്പി തന്നെ മട്ടൺ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇതിലേക്കായിട്ട് ഞാനിപ്പോൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൂടെ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില, 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തത്, ഇവയൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഇറച്ചി ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, സവോള, ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഇറച്ചിയുടെ സ്റ്റോക്ക് വെച്ചിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഇതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിന്നിവിടെ ഇറച്ചി ഇട്ടിട്ടല്ല ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് റൈസ് ഉണ്ടാക്കും. ബാക്കി ഇറച്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ആ ചോറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇറച്ചിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇറച്ചി വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. മിൽക്ക് മെയ്ഡിൻ്റെ കപ്പിന് 2 ഗ്ലാസ് അരി. അപ്പം ആ അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ വെള്ളം എടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോക്ക് കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റോക്കിൻ്റെ അളവ് കഴിച്ചിട്ട് ബാക്കി ചൂടുവെള്ളമാണ് തിളപ്പിച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരി ഒരു 1/2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ശേഷം ഒരു അരിപ്പയിലൂടെ അതിലെ വെള്ളം മുഴുവനായിട്ട് മാറ്റിയെടുക്കണം. അപ്പം ഞാൻ ഇവിടെ അരി വെള്ളത്തിൽ കുതിർത്ത് ഒരു 1/2 മണിക്കൂർ ഒന്ന് മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ ഈ സമയം കൊണ്ട് ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്കിതിൽ ആവശ്യത്തിന് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ സ്റ്റോക്ക് ഒന്ന് അളന്നെടുക്കുകയാണ് എന്തോരം ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള ചൂടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് അരി കഴുകിയെടുത്ത് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഇറച്ചിയിൽ നിന്ന് കുക്കറിൽ നിന്ന് ഇറച്ചി മാത്രം മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ സ്റ്റോക്ക് മാത്രമായിട്ട് എടുത്ത് ഒന്ന് അളന്ന് നോക്കാൻ പോവുകയാണ് എന്തോരം അളവുണ്ടെന്ന്. എനിക്കിപ്പോൾ ഇവിടെ 1.5 കപ്പ് ഇറച്ചിയുടെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്.
ഞാനിപ്പോൾ 2 കപ്പ് അരി എടുത്തേക്കുന്നതുകൊണ്ട് എനിക്ക് 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം വേണം. അപ്പോൾ 1.5 കപ്പ് എനിക്കിവിടെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി 2.5 കപ്പ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. തിളച്ച വെള്ളമാണ് നമ്മൾ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ദാ ഇവിടെ തിളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി റൈസിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ടുള്ള കുരുമുളക്. പിന്നെ ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറുകപ്പട്ടയും ഒരു 5 ഗ്രാമ്പൂവും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബിരിയാണി പോട്ടിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ 1 സ്പൂൺ നെയ്യും ബാക്കി വെളിച്ചെണ്ണയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് എന്നിവയെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരി ഇട്ട് ആ നെയ്യിലും ആ എണ്ണയിലൊക്കെ നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അരി ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങുന്ന സമയം വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചോറ് കട്ട പിടിക്കാണ്ട് കിട്ടും. ഒട്ടും കട്ട പിടിക്കില്ല, ചോറ് വേറിട്ട് കിടക്കും. അങ്ങനെ നമ്മളൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ അരിയിലുള്ള വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം, ഇറച്ചിയുടെ സ്റ്റോക്ക്. സ്റ്റോക്ക് ഒഴിച്ചെടുത്ത് കൂടെ ബാക്കി ഞാൻ തിളപ്പിച്ച് വെച്ചേക്കുന്ന ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. 2.5 കപ്പ് ചൂടുവെള്ളം കൂടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന അളവ് കറക്റ്റായി. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ചേർക്കുകയാണ്. കൂടെ ഒരു 1/2 സ്പൂൺ അളവിൽ കപ്സ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. ഈ കപ്സ മസാല കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്വാദ് ഒന്ന് കൂടും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വയ്ക്കുകയാണ് വേവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ അരിയുടെ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ ഗ്യാസ് കൂട്ടിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് കുറച്ചിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇടയ്ക്ക് മൂടിയൊക്കെ തുറന്നു കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്, അരിയും കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ മൂടി വയ്ക്കുകയാണ്. ഇപ്പം നമ്മുടെ റൈസ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കട്ട പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ റൈസ് വേവുന്നതിനിടയിൽ ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി വെച്ച ബീഫിനെ ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട്, ഒരു ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത്. ചോറ് നല്ല പാകത്തിന് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കുറച്ച് മല്ലിയില അരിഞ്ഞ് ഇതിന് മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിനും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചിച്ചോറ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിൽ ഒരു വാഴയില വെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഴയിലയിൽ നമ്മുടെ ഇറച്ചിച്ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു പ്രത്യേക മണവുമാണ്. അപ്പം നമ്മുടെ ബിരിയാണിയുടെ അതേ ടേസ്റ്റുള്ള, എന്നാൽ ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്വന്തം ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.
ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്